സെപ്റ്റംബർ 17 സെന്റ് ഫ്രാൻസിസിന്റെ വിശുദ്ധ പഞ്ചക്ഷതങ്ങളുടെ 800-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ പുണ്യവാനിലൂടെ നമുക്ക് കിട്ടുന്ന കൃപയുടെയും ആഹ്ലാദത്തിന്റെയും ഈ മഹത്തായ സന്ദർഭത്തിന് തയ്യാറെടുപ്പായി നമുക്ക് 3 ദിവസം അല്ലെങ്കിൽ 3 ഘട്ടമായി ഈ മഹാസംഭവത്തെക്കുറിച്ച് ധ്യാനിക്കാം. ഈ തയ്യാറെടുപ്പിന് ഫ്രാൻസിസ്കൻ സ്രോതസ്സുകളുടെ 5 പരിഗണനകൾ 5 കൺസിഡറേഷൻ എന്ന പുസ്തകം ധ്യാനിച്ച് വായിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗം, അങ്ങനെ മുഴുവൻ പുസ്തകവും 3 ഭാഗങ്ങളായി വിഭജിച്ച് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയിൽ കാണുന്ന ചിത്രങ്ങൾ ഭൂരിഭാഗവും അസീസിയിലെ പ്രധാന ബസീലിക്കകളിലും മറ്റുള്ളവ അൽവേർണ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ്. കൂടാതെ ഈ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള നമ്മുടെ സന്ദർശന വേളയിൽ നമ്മൾ തന്നെ എടുത്ത ചില ഫോട്ടോ ചിത്രങ്ങളുമുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ അൽവേർണ പർവ്വതം എങ്ങനെ സെന്റ് ഫ്രാൻസിസ് സ്വന്തമാക്കി എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ ക്രൂശിക്കപ്പെട്ട ഈശോയുമായുള്ള സെന്റ് ഫ്രാൻസിസിന്റെ അനുഭവത്തെക്കുറിച്ചും എന്തെല്ലാം ഈശോ സെന്റ് ഫ്രാൻസിസിന് വാഗ്ദാനമായി കൊടുത്തുവെന്നും, മൂന്നാമത്തെ വീഡിയോയിൽ പരിശുദ്ധ പഞ്ചക്ഷതങ്ങളിൽ നിന്ന് ലഭിച്ച വളരെയധികം അത്ഭുതങ്ങൾ, അന്നത്തെ ആ രാത്രിയിലും പിന്നീടും വളരെയധികം ആൾക്കാർക്ക് കിട്ടിയ അത്ഭുതങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ വേഗം 1-ാം ഭാഗത്തിലേക്ക് കടക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ഒരു ദിവസം ഫ്രയർ ലയോയോടൊപ്പം നടന്നു പോവുകയായിരുന്നു. വഴിയിൽ അദ്ദേഹം ടസ്കനി മേഖലയിലെ പ്രമുഖനും അതിസമ്പന്നനുമായ ഒർലാന്തോ എന്ന വ്യക്തിയുടെ വീടിനടുത്തുകൂടി കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം തന്റെ വീട്ടിൽ വലിയ ഒരു ഫീസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായി. വിശുദ്ധ ഫ്രാൻസിസ് ഫ്രയർ ലിയോയോട് പറഞ്ഞു, നമുക്ക് ഈ വിരുന്നിനായി അവിടെ പോകാം. കാരണം ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് കുറച്ച് ആത്മീയ ഫലം അവർക്ക് ചെയ്യാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസിന്റെ സദ്ഗുണങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ ഒർലാന്തോ. അദ്ദേഹം ഫ്രാൻസിസിനെ ഒരു മൂലയിലേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ ആത്മാവിന്റെ കാര്യത്തെപ്പറ്റി നിന്നോട് സംസാരിക്കാനുണ്ട്. ഫ്രാൻസിസ് പറഞ്ഞു, നീ ഇപ്പോൾ ഫീസ്റ്റ് ചെയ്യുക, നമുക്ക് പിന്നീട് ഇതേപ്പറ്റി സംസാരിക്കാം. കുറച്ചു കഴിഞ്ഞ് ഫ്രാൻസിസ് പിതാവ് ഒരു ചുമരിൽ കയറി പ്രസംഗം തുടങ്ങി. പലതവണ ഈ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു, എല്ലാ വേദനകളും എനിക്ക് സന്തോഷകരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിരുന്നിലുണ്ടായിരുന്ന പലരും വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രസംഗം കേൾക്കാൻ എല്ലാ ഫീസ്റ്റുകളും നിർത്തിവെച്ച് തന്റെ ചുറ്റിനും കൂടി. വിരുന്ന് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഒർലാന്തോ ഫ്രാൻസിസിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ടസ്കനിയിൽ അൽവേർണ എന്ന മൗണ്ടിൽ വളരെ ഭക്തിയുള്ള ഒരു പർവ്വതമുണ്ട്. അത് വളരെ ഏകാന്തവും വന്യവുമാണ്. പ്രാർത്ഥനയ്ക്കും തപസ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലം. നിനക്കിഷ്ടമെങ്കിൽ എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ആ സ്ഥലം നിങ്ങളുടെ സഭയ്ക്ക് തരാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാ നാളത്തെയും ബെനഫാക്ടേഴ്സ് എപ്പോഴും അവരുടെ ആത്മാക്കളെ ഓർത്താണ് അവർ ദാനധർമ്മം ചെയ്യുക. ഇത് കേട്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസിന് വളരെ സന്തോഷം തോന്നി, നന്ദി പ്രകടിപ്പിച്ചു. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ സഹോദരങ്ങളെ അൽവേർണ പർവ്വതം സന്ദർശിക്കാൻ അയച്ചു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഒർലാന്തോ അവരോടൊപ്പം 50 ആയുധധാരികളെയും അയച്ചു. അവർ മല കയറി പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ഏറ്റവും നല്ല ഭാഗം ആയ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. താമസിക്കാൻ ഒരു സ്ഥലം തയ്യാറാക്കിയ ശേഷം വിശുദ്ധ മൈക്കിളിന്റെ നോമ്പുകാലം ഈ പർവ്വതത്തിൽ ചെലവഴിക്കുക എന്ന ഉദ്ദേശത്തോടെ വിശുദ്ധ ഫ്രാൻസിസ് മറ്റ് 3 സഹോദരങ്ങളുമായി മലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതെല്ലാം സംഭവിച്ചത് 1224-ലാണ്. ഈശോ 3 ശിഷ്യന്മാരെ താബോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ മറ്റൊരു ക്രിസ്തുവായ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ഫ്രയേഴ്സിൽ 3 പേരെ തെരഞ്ഞെടുത്ത് മുകളിലേക്ക് പോയി. അവർ ഇവരായിരുന്നു: സാമാന്യ ബുദ്ധിയും മികച്ച വാക്ചാതുര്യവുമുള്ള ഫ്രയർ മസ്സയോ, വളരെ സൗമ്യനായ ഫ്രയർ ആഞ്ചലോ, വളരെ ലാളിത്യവും പരിശുദ്ധിയുമുള്ള ഫ്രയർ ലെയോ. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഫ്രയർ മസ്സയെ വിളിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ രക്ഷാധികാരിയായിരിക്കും, ഞങ്ങൾ നിന്നെ അനുസരിക്കും. അവർ തലകുനിച്ച് അനുസരണം വാഗ്ദാനം ചെയ്ത് യാത്ര തുടർന്നു. ആദ്യ ദിവസം അടുത്തുള്ള അവരുടെ തന്നെ ഒരു കോൺവെന്റിൽ വിശ്രമിച്ചു. 2-ാം രാത്രി അവർ മല കയറാൻ തുടങ്ങി. ക്ഷീണിതരായിരുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ടതും ആളൊഴിഞ്ഞതുമായ ഒരു പള്ളിയിൽ വിശ്രമിച്ചു. എല്ലാവരും തളർന്നുറങ്ങുകയും ഫ്രാൻസിസ് എന്നാൽ പ്രാർത്ഥനയിൽ തുടരുകയും ചെയ്തു. പള്ളിയിൽ നിന്നും അല്പം സമയം കഴിഞ്ഞ് അടുത്തുള്ള ഒരു വനപ്രദേശത്തേക്ക് ഇറങ്ങി അവിടെ പ്രാർത്ഥനയായി.
ഇതാ അതിക്രൂരമായ പിശാചുക്കളുടെ ഒരു വലിയ കൂട്ടം ആരവത്തോടും വലിയ ബഹളത്തോടും കൂടി വന്നു. അവർ അവനോട് കഠിനമായി യുദ്ധം ചെയ്യാനും ശല്യപ്പെടുത്താനും തുടങ്ങി. ഒരാൾ അവനെ ഒരു വശത്തു നിന്നും മറ്റൊരാൾ മറ്റു വശത്തു നിന്നും പിടിച്ചു വലിച്ചു താഴേക്ക് എറിയാൻ തുടങ്ങി. അവർ ഒരു കാര്യം പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി, മറ്റൊരു കാര്യം പറഞ്ഞ് അവനെ വിമർശിച്ചു. അവനെ നഗ്നനാക്കി വഴിയിൽ കൂടിയിട്ട് ഉരുട്ടാൻ തുടങ്ങി. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർക്ക് അവനോടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഫ്രാൻസിസ് ഈ പൈശാചിക യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഹേ നശിച്ച ആത്മാക്കളെ, ദൈവത്തിന്റെ കരം നിങ്ങളെ അനുവദിക്കുന്നതില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജോബ് പറഞ്ഞതുപോലെ, സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം അനുവദിക്കുന്നതെന്തും എന്റെ ശരീരത്തോട് ചെയ്യുക. ഞാൻ അത് മനസ്സോടെ വഹിക്കും. കാരണം എന്റെ ശരീരത്തെക്കാൾ വലിയ ശത്രു എനിക്കില്ല. അതിനാൽ എന്റെ ശത്രുവിനോട് എന്തു പ്രതികാരം ചെയ്താലും അത് എനിക്ക് വലിയ ഉപകാരമാണ്. അപ്പോൾ പിശാചുക്കൾ വലിയ ക്രോധത്തോടെ അവനെ പിടിച്ച് റോഡിലൂടെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. പിന്നെ അവനെ പിടിച്ച് പള്ളിയിലേക്ക് വലിച്ചിഴച്ചു. ഇത് മുമ്പത്തേക്കാൾ കൂടുതൽ അസ്വസ്ഥതയും അലോസരവും ഉണ്ടാക്കി. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വിളിച്ചു പറയാൻ തുടങ്ങി, എന്റെ കർത്താവായ യേശുക്രിസ്തുവേ, നീ എന്നോട് കാണിക്കുന്ന വളരെയധികം സ്നേഹത്തിനും കാരുണ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത് വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. കർത്താവ് ദാസനെ അവന്റെ എല്ലാ കുറവുകൾക്കും ഈ ലോകത്തിൽ ശിക്ഷിക്കുമ്പോൾ അങ്ങനെ അവൻ മറ്റേ ലോകത്തിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്റെ ദൈവമേ, എന്റെ പാപങ്ങൾക്കായി നീ അയക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശിക്ഷകളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും സന്തോഷത്തോടെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അവന്റെ സ്ഥിരതയും ക്ഷമയും കണ്ട് ആശയക്കുഴപ്പത്തിലായി പിശാചുക്കൾ ഓടിപ്പോയി. വിശുദ്ധ ഫ്രാൻസിസ് ആത്മാവിൽ തീഷ്ണതയോടെ ആ പള്ളി വിട്ട് അടുത്തുള്ള വനത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അവിടെ അവൻ പ്രാർത്ഥനയിൽ മുഴുകി. പ്രാർത്ഥനകളോടും കണ്ണീരോടും കൂടി നെഞ്ചിലടിച്ചുകൊണ്ട് കർത്താവിനോട് സംസാരിച്ചു. ഒരു സമയം താൻ ഒരു ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ, മറ്റൊരു സമയം ഒരു മകൻ പിതാവിനോട് അപേക്ഷിക്കുന്നത് പോലെ, മറ്റൊരു സമയം ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നത് പോലെ. അന്ന് രാത്രി ഫ്രാൻസിസ് തന്റെ 2 കൈകളും കുരിശൻ രൂപം വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിശുദ്ധ അഭ്യാസങ്ങളിൽ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ചെലവഴിച്ചു. രാത്രിയുടെ ക്ഷീണം കാരണം ഉറങ്ങാതെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ശരീരം വല്ലാതെ തളർന്ന് കാൽനടയായി നേരം പുലർന്നപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങൾ രാവിലെ ആ പ്രദേശത്തെ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ അടുത്ത് എന്ന് അപേക്ഷിച്ചു, അവന്റെ കഴുതയെ ഒന്ന് വാടകയായി തരാമോ? ആ പാവപ്പെട്ട തൊഴിലാളി ഫ്രാൻസിസ് സഹോദരനാണെന്ന് കേട്ടപ്പോൾ അവരോട് ചോദിച്ചു, എല്ലാവരും ഇത്രയധികം സംസാരിക്കുന്ന അസീസിയിലെ ഫ്രയർ ഫ്രാൻസിസിന്റെ സന്യാസിമാരാണോ നിങ്ങൾ? സന്യാസിമാർ അതെ എന്ന് മറുപടി നൽകി. വാസ്തവത്തിൽ അവർ കഴുതയെ ആവശ്യപ്പെടുന്നത് അവനു വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നല്ല മനുഷ്യൻ വളരെ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും കഴുതയെ തയ്യാറാക്കി സെന്റ് ഫ്രാൻസിസിന് കൊണ്ടുപോയി കൊടുത്തു. കഴുതയുടെ പുറകിൽ അവരുടെ കൂടെ ആ മനുഷ്യനും നടന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമവാസി വിശുദ്ധ ഫ്രാൻസിസിനോട് ചോദിച്ചു, പറയൂ, നിങ്ങൾ അസീസിയിലെ അറിയപ്പെടുന്ന ആ ഫ്രാൻസിസ് തന്നെയാണോ? അതെ എന്ന് വിശുദ്ധ ഫ്രാൻസിസ് മറുപടി നൽകി. എങ്കിൽ ഇതേ, എല്ലാവരും നിങ്ങളെ ഒരു വിശുദ്ധനായിട്ടാണ് പരിഗണിക്കുന്നത്. ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക, വിശുദ്ധനായി തന്നെ ജീവിക്കാൻ. ഞങ്ങളെ കബളിപ്പിച്ചേക്കരുത്. ആ ഗ്രാമവാസിയുടെ ഉപദേശ വാക്കുകൾ കേട്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഉടനെ കഴുതപ്പുറത്ത് നിന്ന് നിലത്തേക്ക് ചാടി ആ മനുഷ്യന്റെ മുൻപിൽ മുട്ടുകുത്തി അവന്റെ പാദങ്ങളിൽ ചുംബിച്ച് നന്ദി പറഞ്ഞു. എത്രയോ വലിയ വിനയം! ഒരു വിശുദ്ധൻ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ശകാരം കേട്ട് നന്ദി പറഞ്ഞു. അവർ അങ്ങനെ മുന്നോട്ടു പോയി. അവർ പർവ്വതത്തിന്റെ പകുതിയോളം മുകളിൽ ചെന്നപ്പോൾ അത് വളരെ ചൂടുള്ളതും കയറ്റം മടുപ്പുള്ളതുമായിരുന്നതിനാൽ ആ കഴുത ഉടമസ്ഥന് അത്യധികം ദാഹിച്ചു. അവൻ നിലവിളിക്കാൻ തുടങ്ങി, ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ നിലവിളിച്ചതുപോലെ. അയ്യോ കഷ്ടം, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തായോ, ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് കഴുതപ്പുറത്ത് നിന്നിറങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ മോശയെ പോലെ ദൈവം തന്നെ കേൾക്കുന്നുണ്ടെന്ന് വെളിപ്പെടുന്നതുവരെ അവൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ഗ്രാമവാസിയോട് പറഞ്ഞു, ഓടി വേഗം ആ കല്ലിന്റെ അടുത്തേക്ക് പോവുക. അവിടെ ക്രിസ്തു തന്റെ കാരുണ്യത്താൽ ആ കല്ലിൽ നിന്ന് പുറപ്പെടുവിച്ച ജീവജലം നിങ്ങൾ കണ്ടെത്തും
കുടിക്കുവിൻ. ആ മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് ഓടി. വളരെ കഠിനമായ പാറയിൽ നിന്ന് മനോഹരമായ ഒരു ഉറവ കണ്ടെത്തി. അവൻ ആവശ്യത്തിന് കുടിക്കുകയും ആശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. അൽബേർണ മലയുടെ അടുത്തെത്തിയപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വഴിയിലുണ്ടായിരുന്ന ഒരു ഓക്കിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോഴും അവിടെയുണ്ട് ആ മരം. ഇതാ വിവിധ പക്ഷികളുടെ ഒരു വലിയ കൂട്ടം എത്തി. ചിറകടിച്ച് പാട്ടുപാടി വലിയ ആഘോഷത്തോടെ സന്തോഷം കാണിച്ചാണ് ഈ പക്ഷികൾ അവിടെ എത്തിയത്. അവർ വിശുദ്ധ ഫ്രാൻസിസിനെ ചുറ്റിപ്പറ്റി. ചിലർ അവന്റെ തലയുടെ മുകളിലും, മറ്റു ചിലർ അവന്റെ തോളിലും, ചിലർ കൈകളിലും, മറ്റു ചിലർ മടിയിലും, മറ്റു ചിലർ അവന്റെ കാൽക്കൽ ചുറ്റും. അവന്റെ കൂട്ടാളികളും ഗ്രാമവാസിയായ ആ മനുഷ്യനും ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ ആത്മാവിൽ സന്തോഷിച്ച് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു: പ്രിയ സഹോദരന്മാരെ, ഈ ഏകാന്തമായ മലയിൽ നാം ജീവിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ സഹോദരി സഹോദരന്മാരായ ഈ പക്ഷികൾ നമ്മുടെ വരവിൽ വളരെയധികം സന്തോഷം കാണിക്കുന്നു. അങ്ങനെ അവർ മലയുടെ പൊക്കത്തിൽ ചെന്നു. ഒരു ദിവസം ഫ്രാൻസിസ് പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വലിയൊരു പാറ പിളർന്നു നിൽക്കുന്നത് കണ്ട് അത് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവിക സ്വരം അനുഭവപ്പെട്ടു. ഫ്രാൻസിസെ, ഞാൻ കുരിശിൽ മരിച്ച സമയത്ത് ഈ പാറ പൊട്ടി നിനക്ക് വേണ്ടി, നിന്റെ ശരീരത്തിൽ എൻ്റെ പഞ്ചക്ഷതങ്ങൾ പതിക്കുന്ന സമയത്തിനു വേണ്ടി ഈ പാറ ഇത്രയും നാൾ കാത്തുനിന്നു. അപ്പോൾ മുതൽ ഫ്രാൻസിസ് പിതാവിന് മനസ്സിലായി ദൈവം എന്തൊക്കെയോ ആ ദിവസങ്ങളിൽ തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ ദിവസങ്ങളിൽ ഫ്രൈ ലിയോയ്ക്ക് ഒരു വലിയ ആത്മീയ പ്രലോഭനമുണ്ടായി. അപ്പോൾ പുള്ളി ഓർത്തു, ഫ്രാൻസിസ് പിതാവിന്റെ എന്തെങ്കിലും സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു എഴുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രലോഭനത്തെ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചേനെ. പക്ഷെ ഈ ആഗ്രഹം നേരിട്ട് പിതാവിനോട് പറയാനുള്ള ധൈര്യം ലിയോയ്ക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് പിതാവ് അവന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട് മനസ്സിലാക്കി. ഒരു ദിവസം ബ്രദർ ലിയോയെ വിളിച്ച് പറഞ്ഞു, നീ ഒരു പേപ്പറും പേനായും എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ഉടനെ അവന്റെ പ്രയർ പുസ്തകം കൊണ്ടുകൊടുത്തു. അതിന്റെ ഒരു വശത്ത് ഫ്രാൻസിസ് പിതാവ് സ്തുതിപ്പുകളും മറ്റൊരു വശത്ത് ബ്ലെസ്സിങ് അനുഗ്രഹവും എഴുതി ഒരു താവ് രൂപത്തിൽ ഒപ്പുമിട്ട് ബ്രദർ ലയണിന്റെ കരങ്ങളിൽ കൊടുത്തു. അവൻ അത് മരണം വരെ അവന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. മരണശേഷമാണ് മറ്റുള്ളവർ അത് കണ്ടുകിട്ടുന്നത്. ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതെ അത്രയും കരുതലോടെ അവൻ അത് മരണം വരെ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സഭയുടെ ആദ്യത്തെ ലൈബ്രറി ലിയോ ബ്രദറിന്റെ പോക്കറ്റ് ആയിരുന്നു. മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രാൻസിസ് പിതാവ് ഫ്രയർ ലിയോയോട് പറഞ്ഞു, നീ ഈ പാലത്തിന്റെ അങ്ങേ വശത്ത് നിൽക്കുക. ഞാൻ മറ്റു വശത്ത് നിന്ന് വിളിച്ചാൽ മാത്രമേ നീ വരാവൂ. അങ്ങനെ പല പ്രാവശ്യം അവര് ട്രെയിൻ ചെയ്തു. കേൾക്കാത്ത ദൂരത്തേക്ക് ഫ്രാൻസിസ് പിതാവ് മാറി. ദിവസം മുഴുവൻ അവിടെ പ്രാർത്ഥനയിലായിരുന്നു. മറ്റു ഫ്രയേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഫ്രയർ ലിയോയ്ക്ക് മാത്രമേ അവിടെ ചെല്ലാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു കഷ്ണം ബ്രെഡും അല്പം വെള്ളവും കൊണ്ട്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. പാലത്തിനപ്പുറത്ത് നിന്ന് ദൈവമേ എൻ്റെ അധരം തുറക്കണമേ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പിതാവ് മറ്റു വശത്ത് നിന്ന് ഓപ്പൺ മൈ ലിപ്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ ലിയോ ബ്രദറിന് അപ്പുറത്തോട്ട് കടക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പല ദിവസം അങ്ങനെ പോയി. ഒരു ദിവസം മറുപടി കേൾക്കാഞ്ഞതുകൊണ്ട് ക്യൂരിയോസിറ്റിയിൽ ലിയോ ബ്രദർ പതുക്കെ കാൽപ്പത്തി ഒച്ച കേൾക്കാതെ പാലം കടന്ന് അപ്പുറത്ത് ചെന്നു. നടന്ന് ഫ്രാൻസിസ് പിതാവിനെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിന്ന് ഈശോയുമായി സംസാരിക്കുന്ന ഫ്രാൻസിസ് പിതാവിനെയാണ് കണ്ടത്. ഈശോ ഒരു മണിമുത്ത് ഫ്രാൻസിസ് പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നതും തിരിച്ചു പോക്കറ്റിൽ വെച്ച് വീണ്ടും അത് കൊടുക്കുന്നതും അങ്ങനെ 3 പ്രാവശ്യം കൊടുക്കുന്നതായി കണ്ടു. ലിയോ ബ്രദർ അപ്പോൾ അവിടെ മുട്ടുകുത്തി നിന്ന് ഫ്രാൻസിസ് പിതാവിന്റെ കാലിൽ തൊടാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ പേടിച്ച് ലിയോ ബ്രദർ മെല്ലെ മെല്ലെ സ്വരമുണ്ടാക്കാതെ തിരിച്ചുപോയി. ഈ വിഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പിതാവിന് ലിയോ ബ്രദർ കണ്ടോ എന്ന് സംശയം തോന്നി. വിളിച്ചു ചോദിച്ചു, നീ എന്ത് കണ്ടു? ബ്രദർ ലിയോ സത്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്, എൻ്റെ മരണം വരെ നീ സീക്രട്ടായിട്ട് സൂക്ഷിക്കണമെന്ന്.
ആ ദിവസങ്ങളിൽ പല രാത്രികളിലും ഫ്രാൻസിസ് പിതാവിന് പിശാചുക്കളുടെ ശല്യമുണ്ടായിരുന്നു. ഒരു ദിവസം ഈ പിശാചുക്കൾ ഫ്രാൻസിസ് പിതാവിനെ തള്ളി വലിയൊരു പാറമടയിൽ നിന്നും താഴേക്ക് ഉന്തിയിടാൻ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസിസ് പിതാവ് ഒരു വലിയ പാറയെ കെട്ടിപ്പിടിച്ച്, യേശുവേ, നീ എൻ്റെ സംരക്ഷകനാകുന്നു, നീ എൻ്റെ പാറയാകുന്നു, നീ എൻ്റെ കോട്ടയാകുന്നു എന്നുള്ള സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് മുറുകെ പിടിച്ചു നിന്നു. അങ്ങനെ ആ പിശാചുക്കളുടെ തന്ത്രത്തിൽ ഫ്രാൻസിസ് പിതാവ് വീണില്ല. കുറെ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു നോവിസ് അതുവഴി കടന്നുപോയി. എങ്ങനെയായിരിക്കും ഫ്രാൻസിസ് പിതാവ് ഇതുവഴി നടന്നത് എന്നോർത്ത് ആ ബുദ്ധിമുട്ടേറിയ പാലത്തിലൂടെ അവൻ നടന്നു. പഴയ ശത്രുക്കളായ ചെകുത്താന്മാർ ആ സഹോദരനെ അഗാധത്തിലേക്ക് തള്ളിയിട്ടു. ഫ്രാൻസിസിനോട് ചെയ്യാൻ പറ്റാഞ്ഞത് ഈ സഹോദരനോട് ചെയ്യാൻ നോക്കി. സഹോദരൻ ഫ്രാൻസിസ് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ഓർത്തു അവൻ മരിച്ചുപോയെന്ന്. അത്രയും അഗാധത്തിലേക്ക് വീണപ്പോൾ സംസ്കാരം ചെയ്യാനായിട്ട് ശരീരമെടുക്കാൻ ചെന്നപ്പോൾ സഹോദരനൊന്നും പറ്റാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എണീറ്റ് വന്നു. ഇന്ന് നമുക്ക് കാണാം രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ ഒരു പാറ വായുവിൽ നിൽക്കുന്നത്. ഒരു ദിവസം ഫ്രാൻസിസ് പിതാവ് തന്റെ മരണശേഷം എങ്ങനെയായിരിക്കും സഭയുടെ അവസ്ഥ എന്നോർത്ത് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ മരണശേഷം അങ്ങയുടെ ദയയാൽ നീ എന്നെ ഏൽപ്പിച്ച ഈ ദരിദ്ര കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? പാപത്തിൽ വീണ് ഇല്ലാതായി പോകുമോ? ആരാണ് ഇവളെ ആശ്വസിപ്പിക്കുന്നത്? ആര് തിരുത്തും? ആരിവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമുക്കറിയാം, ആ സമയത്ത് താൻ സ്ഥാപിച്ച സഭയുടെ സാഹചര്യം അത്ര നല്ലതല്ലായിരുന്നു. വളരെ കൈപ്പേറിയതും വിഷാദവും ആശങ്കാജനകവുമായ അനുഭവത്തിന് ശേഷമാണ് വിശുദ്ധ ഫ്രാൻസിസ് അൽബേർണ പർവ്വതം കയറുന്നത്. സത്യത്തിൽ അദ്ദേഹം വിശുദ്ധ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത് മുതൽ, അതായത് 1220 അദ്ദേഹം പതുക്കെ പതുക്കെ ഭരണ കാര്യങ്ങളിൽ നിന്നും വിരമിക്കാൻ തുടങ്ങി. പേത്രോ കത്താനിയെ വികാരിയായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം 1223 ചാപ്റ്ററിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയ സംഭവം ആയിരുന്നു. അതിലേറ്റവും പ്രധാനം നിയമാവലി നവീകരിക്കുന്നതിൽ പരിശുദ്ധ സിംഹാസനം വരെ ഇടപെട്ടു ഫ്രാൻസിസിന്റെ മനസ്സ് മാറ്റാൻ എന്നുള്ളതാണ്. തുടക്കത്തിൽ കുറച്ച് സഹോദരങ്ങൾ ഉണ്ടായിരുന്നതുപോലെയല്ല 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1217 പൊർസിൻകൊളയിൽ നടന്ന പെന്തക്കോസ്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ 5000-ലധികം ഫ്രയേഴ്സ് ഉണ്ടായിരുന്നു. ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന നിരവധി സന്യാസിമാർ ഉള്ളതിനാൽ ഒരു ഓർഗനൈസേഷൻ ഇതിനോടകം ആവശ്യമായിരുന്നു. എല്ലാവരെയും സ്വീകരിക്കാൻ ഒരു വലിയ ഇടം, സ്ഥിരതയുള്ള ഒരു ഘടന, വിദ്യാസമ്പന്നരായ ഒരു ഭാഗം ഫ്രയേഴ്സ് ഈ സമൂഹത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഇതിനോടകം വളരെയധികം ചിന്തിക്കുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും അംഗീകരിക്കാൻ ഫ്രാൻസിസിന് ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ തുടക്കത്തിൽ തന്നെ വിദ്യാസമ്പന്നരും ജ്ഞാനികളും ആയ ഫ്രയേഴ്സ് ഒരു വശത്ത്, മറ്റൊരു വശത്ത് ലളിതരും അധികം വിദ്യാഭ്യാസമില്ലാത്തവരുമായ ഫ്രയേഴ്സ്, ഇങ്ങനെ 2 വിഭാഗം സന്യാസികൾ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഫ്രാൻസിസ് തന്റെ ദുർബലത മനസ്സിലാക്കി പുറകോട്ടു പോവുകയായിരുന്നു. ഇങ്ങനെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് ചിന്തിച്ച് തകർന്ന ഹൃദയത്തോടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് മലമുകളിലേക്ക് പോകുന്നത്. എന്തായിരിക്കും ഈ സന്യാസ സഭയുടെ ഭാവി? പവിത്രമായ ഈ പഞ്ചക്ഷതത്തിന്റെ 800 വർഷം ഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസ്കൻ പ്രചോദനത്തിന്റെ എത്ര മതസ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണിന്ന്. അവരുടെ ഐഡന്റിറ്റിയുടെ പ്രതിസന്ധിയിൽ നിരവധി സന്യാസിമാർ ഓർഡർ വിട്ടുപോകുന്നു. മറ്റുള്ളവർ അപവാദം സൃഷ്ടിക്കുന്നു. വികസിത മാനസിക അവസ്ഥയുള്ള പണ്ഡിതന്മാർ പ്രാരംഭത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഈ ചോദ്യം ഈശോയോട് പ്രാർത്ഥനയിൽ ചോദിക്കുന്നത്. ദൈവമേ, നിന്റെ ദയയാൽ പാപിയായി എന്നെ ഏൽപ്പിച്ച നിന്റെ ദരിദ്ര കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ മരണശേഷം? അപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ ആശ്വസിപ്പിച്ചു. വിധിയുടെ ദിവസം വരെ നിങ്ങളുടെ ഭവനം നിന്നു പോകില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒരു സന്യാസി എത്ര പാപിയാണെങ്കിലും എത്ര വലിയ പാപം ചെയ്താലും ഈ ഭവനത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഞാൻ അവനോട് അവളോട് എല്ലാ തെറ്റുകളും ക്ഷമിക്കും. അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ട് മാനസാന്തരപ്പെടാതെ മുന്നോട്ടു പോയാൽ ഒരിക്കലും ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നിന്റെ സഹോദരൻ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നീ വിഷമിക്കണ്ട. അവരുടെ പാപം കാരണം ഈ സന്യാസ സമൂഹം നിന്നു പോവില്ല. കാരണം ഒരുപാട് നല്ല മക്കൾ
പുണ്യമക്കൾ എവിടെയെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും. അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോകാതെ ഞാൻ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഒരുവിധം അനുസരിക്കുന്ന സന്യാസികൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നിട്ട് സ്വർഗത്തിൽ പോകും. അനുസരിക്കാത്തവരെ ഓർത്ത് നീ വിഷമിക്കേണ്ട. ഞാനും അവരുടെ കാര്യത്തിൽ ഒട്ടും വിഷമിക്കുന്നില്ല. ഈ വാക്കുകൾ പറഞ്ഞ് വിശുദ്ധ ഫ്രാൻസിസിനെ ആശ്വസിപ്പിച്ചിട്ട് ആ മാലാഖ അവിടെ നിന്നും പോയി. ഞാനും അവനും അവിശ്വസ്തയും ആകാം. എന്നാൽ ഒരു സന്യാസി, ഒരു ഏക സഹോദരൻ വിശ്വസ്തരായി ജീവിക്കുന്നത് വരെ ദൈവം ഈ സന്യാസ ഭവനത്തെ നിലനിർത്തും. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ സഹിച്ചാലും നമ്മെ ആശ്വസിപ്പിക്കാൻ മാലാഖമാർ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ആദ്യ വീഡിയോയിൽ നമ്മൾ എന്താണ് സംസാരിച്ചതെന്ന് പെട്ടെന്നൊന്ന് ഓർക്കാം. എങ്ങനെയാണ് സെന്റ് ഫ്രാൻസിസ് അൽവേർണ പർവ്വതം സ്വന്തമാക്കിയത് ഒർലാൻഡോയുടെ കയ്യിൽ നിന്നും. അതിനുശേഷം 3 സന്യാസിമാരെ അയക്കുന്നു ഈ സ്ഥലം കാണാൻ. പിന്നീട് സെന്റ് ഫ്രാൻസിസും മറ്റു 3 പേരും കൂടി മലമുകളിലേക്ക് പോകുന്നു. വഴിയിൽ വെച്ച് ഗ്രാമവാസിയും കഴുതയുമായി ഇവരോട് കൂടി ചേരുന്നു. പൈശാചിക പ്രലോഭനങ്ങളും അസ്വസ്ഥതകളും പക്ഷികൾ മലമുകളിൽ അവരെ സ്വീകരിക്കുന്നു. ഫ്രയർ ലിയോയുടെ പ്രലോഭനവും സെന്റ് ഫ്രാൻസിസിന്റെ എഴുത്തും ഈ സന്യാസ സമൂഹം ഒരിക്കലും നിന്നു പോവുകയില്ല എന്ന ഈശോയുടെ വാഗ്ദാനം. ഈശോയുടെ മരണസമയത്ത് പൊട്ടിയ പാറ സെന്റ് ഫ്രാൻസിസിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അൽവേർണയിൽ ഇന്നുമുള്ള ആ പാറ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.